തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസം. വാർഡ് വിഭജനവുമായി മുന്നോട്ടു പോകാം എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിരിക്കുന്നു. ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ അപ്പീലിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഇതിനകത്ത് നിയമസഭയുടെ അധികാരത്തിൽ ഇടപെടാനാവില്ല. അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഇതുമായി മുന്നോട്ട് പോകാം. വളരെ ആശ്വാസകരമായിട്ടുള്ള സർക്കാരിനെ സംബന്ധിച്ചോളം എന്തെല്ലാം നിരീക്ഷണങ്ങൾ ഡിവിഷൻ ബെഞ്ച് നടത്തി? അപർണ, തദ്ദേശ വാർഡ് പുനർവിഭജനത്തിൽ സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വാർഡ് വിഭജനവുമായി മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് അനുകൂലമായി വീക്ഷിച്ചിരിക്കുകയാണ്. 9 തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം ആയിരുന്നു നേരത്തെ റദ്ദാക്കിയിരുന്നത്. അതിൽ 8 നഗരസഭകളും 1 പഞ്ചായത്തുമായിരുന്നു ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനം നിയമസഭയുടെ അധികാരമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയിൽ വാദിച്ചിരുന്നു. ഈ വാദം ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഉത്തരവിറക്കിയിരിക്കുന്നത്. വാർഡ് വിഭജനം നിയമസഭയുടെ അധികാര പരിധിയിൽ വരുന്നതാണ്. പുനർവിഭജനം പാടില്ലെന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവാണ് റദ്ദാക്കിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനം നടക്കാനിരിക്കെയാണ് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് സംസ്ഥാന സർക്കാർ ഇറക്കിയിരുന്നത്. 24 വാർഡുകൾ വരെ ആകാം ഒരു തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ എന്നുള്ള തരത്തിലേക്ക് നീങ്ങുമ്പോൾ ഡീലിമിറ്റേഷൻ നിയമത്തിന്റെ നിയമം കൂടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയിരുന്നത്. എന്നാൽ 2011 നടന്ന സെൻസസിലാണ് 2015 പുനർവിഭജനം നടത്തിയത്. അതേ സെൻസസിൽ തന്നെ വീണ്ടും പുനർവിഭജനം നടത്താനാവില്ല എന്ന് നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുഷ്താഖ്, അതുപോലെ പി കൃഷ്ണകുമാർ തുടങ്ങിയവരുടെ വിധിയാണിത്. എന്തായാലും സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിന് ആശ്വാസകരമായ നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഇനി വാർഡ് വിഭജനവുമായി മുന്നോട്ട് സംസ്ഥാന സർക്കാരിന് പോകാം. അപർണ. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ. കൊല്ലം കുണ്ടറയിലെ ട്രെയിൻ അട്ടിമറി ശ്രമത്തിൽ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ പോലീസ്. പ്രതികളുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ടും പോലീസ് പരിശോധിച്ചു വരികയാണ്. പാലരുവി എക്സ്പ്രസിലെ യാത്രക്കാരുടെ വിവരങ്ങളും പരിശോധിക്കുന്നുണ്ട്. എസ് വിനേഷ് കുമാർ ചേരുന്ന വിവരങ്ങൾ. വിനീഷ്, വിവരങ്ങൾ എന്താണ്? അപർണ, വളരെ ഗൗരവത്തോടെ തന്നെയാണ് ഈ വിഷയം കാണുന്നത്. പോലീസ് കഴിഞ്ഞ ദിവസമാണ് പ്രതികളെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്തത്. അവരെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു ശ്രമത്തിലാണ്. 26-ാം തീയതി പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതികളെ വിട്ടുകിട്ടും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കുണ്ട്രയിൽ റെയിൽവേ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയ സംഭവത്തിലെ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. കാരണം ഇതിന്റെ ഈ ട്രെയിനിന്റെ അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. അപ്പോൾ ഇവരുടെ ഫോൺ രേഖകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. 1 വർഷത്തിൽ ഉള്ള ഫോൺ രേഖകൾ, അതായത് ഫോണിനകത്തുള്ള കോൾ ലിസ്റ്റുകൾ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ കൃത്യമായി പോലീസ് പരിശോധിക്കുന്നു.